ഇതൊരു പദ്ധതി മാത്രമാണ്, ഇതുകൊണ്ട് മാത്രം ഇവിടെ ഈ പ്രൊജക്ട് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് അവർക്ക് തോന്നുന്നില്ല. പക്ഷേ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഈ CPM-ന്റെ അഴിമതിരഹിത ഐഡിയോളജിക്കൽ ബേസ് ഒക്കെ തന്നെ ഇടിച്ചു തകർക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ആരിഫ് ഹുസൈൻ തെരുവോത്ത് മുതൽ രവിചന്ദ്രൻ വരെയുള്ളവരുടെ പോലും സഹായങ്ങൾ അവർ ഇൻഡയറക്റ്റ് ആയി മേടിച്ചെടുക്കുന്നുമുണ്ട്, വളരെ ബുദ്ധിപരമായി എന്നുള്ളതാണ് വാസ്തവം. ഇനി മറ്റൊരു സൈഡ് കൂടി നമ്മൾ നോക്കിയാൽ ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തവണ VD സതീശന്റെ ഒരു ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരട്ടെ എന്നവർ ആഗ്രഹിച്ചത്. അത് വരാൻ വേണ്ടി അവർ പോലും ഒരു സ്ട്രാറ്റജിക് വോട്ടിംഗ് നടത്തിയത് അതുകൊണ്ടാണ് VD സതീശന്റെ ഗവൺമെന്റ് വന്നാൽ എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, VD സതീശൻ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ VD സതീശൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗിന്റെ നോമിനിയാണെന്നും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള ഭരണമാണെന്നും ഇത്തരത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു മതത്തിലുള്ള ആളുകളോട് ഇവർ പറയാൻ പോകുന്ന ഒരു നരേറ്റീവ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇനി ഈ പക്ഷം മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരും അതുപോലെ മുസ്ലിം സമുദായവും ഒക്കെ തന്നെ തട്ടിയെടുക്കാൻ പോകുന്നു, അതെല്ലാം തന്നെ VD സതീശനിലൂടെ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പദ്ധതി കൂടി വളരെ കൃത്യമായി നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഏതാണ്ട് ടോട്ടലി ഇത് ഗംഭീരമായി വിജയിക്കാൻ പോകുന്ന ഒരു പ്രൊജക്റ്റാണ്. അതിന്റെ ആദ്യ ഘട്ടമാണ് ഇത് കണ്ടത്. പക്ഷെ അതിലവർ ചെറുതായിട്ടൊന്ന് പാളിയിരിക്കുന്നു. കാരണം ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ഇട്ടപ്പോൾ അവിടെ രണ്ടാം നിര നേതാക്കന്മാരുണ്ടായിരുന്നില്ല, സുശക്തമായിട്ടുള്ള പാർട്ടി ഉണ്ടായിരുന്നില്ല. പകരം അത് ക്ഷീണിക്കുകയും തകരുകയുമാണ് ചെയ്തതെങ്കിൽ കഴിഞ്ഞ തവണ 7 മണിക്കൂർ ചോദ്യം ചെയ്യലിന് പിണറായി വിജയന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ പിണറായി 7 മണിക്കൂർ ചോദ്യം ചെയ്തില്ല, കേവലം തടഞ്ഞു വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകളെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയപ്പോൾ കേരളം മുഴുവൻ ഒന്നടങ്കം പിണറായിയോടൊപ്പം ചേരുന്ന അഭൂതപൂർവമായിട്ടുള്ള ഒരു പിന്തുണ കൂടിയാണ് കണ്ടത്. അതുകൊണ്ട് ഈ പദ്ധതി ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടേ എന്നുള്ള സംശയത്തിലാണ് അവർ. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പാക്കിയതുപോലെ ഇത് പിന്തുണ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്, പിന്തുണ കുറയല്ല ചെയ്തത് എന്ന് പറയുന്ന തോന്നലാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വീണ്ടും അവർ ശ്രമിക്കാതിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വീണ്ടും അങ്ങനെ ഒരു ശ്രമം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കുറച്ചുകൂടി സൂക്ഷിച്ചുള്ള ഒരു ശ്രമമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്.